എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ലളിതവും എന്നാൽ അതിമനോഹരവുമായ ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. പിസ്തത്തോടുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഗോൾഡൻ വോൾ ഹാങ്ങിങ് നിർമ്മിക്കാം എന്ന് നോക്കാം. വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ വീട് അലങ്കരിക്കാൻ ഇത് സഹായിക്കും. വീഡിയോ മുഴുവനായി കാണണേ. ഇതുപോലുള്ള കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ 4 വശവും നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കോമ്പസ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇത് ഉപയോഗിച്ചാണ് വരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 6 എണ്ണം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് കളർ ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇതിന് ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിസ്തത്തോട് ഉപയോഗിച്ചാണ് നമ്മളുടെ പരിപാടി. പിസ്തത്തോടിന് ഞാൻ ഗോൾഡൻ കളറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണയായി പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തോട് എറിഞ്ഞു കളയുകയാണ് പതിവ്. എന്നാൽ ഇനി കളയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വെറും വേസ്റ്റ് എന്ന് നമ്മൾ കരുതുന്ന ഈ തോടുകൾ കൊണ്ട് വീടിൻ്റെ ലിവിംഗ് റൂം ഒരു ലക്ഷറി ലുക്ക് നൽകാൻ നമുക്ക് സാധിക്കും. എങ്ങനെയെന്നല്ലേ, ഇത് മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഈ പിസ്തത്തോടുകൾ മുഴുവനായിട്ടും നമുക്ക് ഗോൾഡൻ കളർ പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിലേക്ക് പിസ്തത്തോടുകൾ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഞാൻ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പിസ്തത്തോടുകൾ നമുക്ക് ഓരോന്നായി ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് ചെയ്തു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ അരികുവശത്തും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബോർഡിലാണ് ഒട്ടിക്കേണ്ടത്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു മുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചുറ്റിലും ഇതുപോലെ തന്നെ ഫെവിക്കോൾ തേച്ച് കൊടുത്ത് നമുക്ക് പിസ്ത ഷെല്ലുകൾ ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി മുഴുവനും നമുക്ക്
ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബ്ലാക്ക് കളറുള്ള നൂല് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുമായി നമുക്ക് ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മുടെ വാൾ ഹാങ്ങിങ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ പറയണേ. പിസ്തത്തോടുകൾ കൊണ്ട് നമ്മുടെ ലിവിംഗ് റൂം നമുക്ക് അതിമനോഹരമാക്കാമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.